ക്രിസ്മസ് ഒക്കെ ആയില്ലേ, നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? അതിന് പറ്റിയൊരു മരമുണ്ട്, ഒരു ചെടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ ചെടി. അയ്യോ, ഒടിഞ്ഞ് കിടപ്പാണല്ലോ. ഇനി എന്താ ചെയ്യും? ഇതെങ്ങനെ ഒടിഞ്ഞ? ഗായ്സ്, അമ്മ പറഞ്ഞത് അത് കാക്കകൾ തമ്മിൽ അടികൂടിയതാന്നാ. നെൽക്കുരുവി വന്ന് കൂട് കൂട്ടി ആ കുരുവിനെ ഓടിക്കാൻ വേണ്ടി കാക്കകൾ നമ്മൾ വന്ന് അടികൂടിയതാന്നാ പറഞ്ഞത്. ഇതായാലും അടിപൊളിയായി. ക്രിസ്മസ് ട്രീ മൂഞ്ചി. സാരമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ, ക്രിസ്മസ് പോലെ നമുക്ക് നോക്കാം. ഒരു ബാലബൾബ് തൂക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിനി എന്തായാലും ആ ഒടിഞ്ഞു പോയ ഭാഗം എടുക്കാം. അതവിടെ തൂങ്ങിക്കിടന്നാൽ ഭയങ്കര ബോറിങ്ങാണ്. നോക്കൂ ഗായ്സ്, നമ്മൾ ആ പൊടിഞ്ഞു പോയ ഭാഗം എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ആ ഒടിഞ്ഞ ഭാഗം കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ അത്രയും വലുതായിരുന്നു, നല്ലൊരു ഭാഗമായിരുന്നു അത്. അതെന്തായാലും പോയി കിട്ടി. സാരമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കിനി ബാക്കിയുള്ളതിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇനി നമുക്ക് അത് അന്ന് വലിച്ചെന്ന് കെട്ടണം. ഇനി ഒടിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല കാറ്റും കാക്കകളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്ന് പിടിച്ച് വലിച്ചെന്ന് കെട്ടി വെക്കാം. ഇനി ഇങ്ങോട്ടും മറിഞ്ഞ് വീഴാതെ ഒടിയാതിരിക്കാൻ പറ്റുമോ? ഒരു വള്ളി ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് അതൊന്ന് റെഡിയാക്കി നോക്കാം. എന്നാ ചെയ്യാന്ന് പറ. അല്ല, ഈ മാല ബൾബാണ് നമ്മൾ ഇനി തൂക്കാൻ പോകുന്നത്. ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മൾ മാർബിൾ ബുക്ക്? ഇന്ന് രാത്രിയൊക്കെ റിവ്യൂ ആണിത്. അതിൻ്റെ വെയ്ക്കിലൊരു വാളിലൊരു ലൈറ്റുണ്ട്, അതിൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. അതൊന്ന് ഓഫാക്കി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. കുഴപ്പമില്ല, ഓഫാക്കി. ഇങ്ങനെയാണ് എൻ്റെ വ്യൂ ഉള്ളത്. കുഴപ്പമില്ലല്ലേ ഗൈസ്? ചെറിയ 2 നക്ഷത്രവും തൂക്കിയായിരുന്നു. അതിങ്ങനെയാണ് ഉള്ളത്. കൊള്ളാമോ? നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ട്രീ ഇങ്ങനെയാണുള്ളത്. എന്തായാലും ഗൈസ്, ബൈ.